അങ്ങാട്ടച്ഛനും കുഞ്ഞായിൽ മുസ്ലിയാർ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. മതം നോക്കാതെ രാജ്യത്തിന് വേണ്ടി കൈകോർത്തുകൊണ്ട് ആരടാ ഞങ്ങളെ രാജ്യത്ത് വന്ന് ഞങ്ങളിൽ നിന്ന് നികുതി മേടിക്കാൻ നിങ്ങൾക്ക് എന്തധികാരമാണുള്ളത് എന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവൻ സമർപ്പിച്ചാലും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു തുണ്ട് ഭൂമി, ഒരു പിടി മണ്ണ് നിങ്ങൾ കൈവശപ്പെടുത്തുന്നത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കൃത്യമായി ഇടപെട്ട ഗാന്ധിജിയെപ്പോലെ ഗാന്ധിജിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. ഉമറുൽ ഖാദി തങ്ങളുടെ ചരിത്രം നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകം പരിശോധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നവ്വറല്ലാഹു മർഖദ, അവരുടെ ചരിത്രവും ഒരുപക്ഷെ ഒരുപാട് സെർച്ച് ചെയ്യേണ്ടി വരും. അതുപോലെ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലിയെ പോലത്തെ മുസ്ലിമീങ്ങളായ ആളുകൾ, എത്ര എത്ര ആളുകളാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കിതാബ് എഴുതിയ പണ്ഡിതന്മാര് പൊന്നാനിയിൽ കഴിഞ്ഞുപോയിട്ടില്ലേ? പക്ഷെ ഇവരെ പേരുകളൊന്നും പരാമർശിക്കപ്പെടാറില്ല എന്നത് സങ്കടകരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുകയില്ല, മഹാനവറുകളുടെ കൈക്ക് ആമം വെച്ചു കൊണ്ടുപോകുകയാണ്. രാജ്യത്തിൻ്റെ നികുതി പിരിക്കാൻ ഈ രാജ്യത്തുള്ളവരാണ് നികുതി പിരിക്കേണ്ടത്. നിങ്ങൾക്ക് നികുതി പിരിക്കാൻ അധികാരമില്ല, ഞാൻ നയാ പൈസ തരില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ വലിയായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിനെ കൈക്ക് ആമം വെച്ചു കൊണ്ടുപോകുകയാണ്. നിങ്ങൾ എൻ്റെ കൈക്കാമം വെച്ചാലും നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായി കൊന്നാലും എൻ്റെ രാജ്യത്തെ തൊട്ടുകളിക്കാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല എന്ന് അള്ളാഹുവിനെ അറിഞ്ഞ മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചപ്പോൾ, എന്നാൽ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് പട്ടാളം ഉമറുൽ ഖാദി തങ്ങളെ കൈക്ക് ആമം വെച്ചുകൊണ്ട് കൊണ്ടുപോകുകയാണ്, ജയിലിലേക്ക് കൊണ്ടുപോയി. ഈ ചരിത്രം നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ടോ? ഈ ചരിത്രം സമൂഹത്തിൽ പറയപ്പെടുന്നുണ്ടോ? ഈ ചരിത്രം പബ്ലിക്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം. ഉമറുൽ ഖാദി തങ്ങൾ തൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല ജയിലിൽ പോയത്, തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയല്ല ജയിലിൽ പോയത്, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടന്ന മഹാൻ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ജയിലിൽ അടച്ചു. എനിക്ക് പ്രശ്നമില്ല, എൻ്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ എന്നെ ജയിലിൽ അടച്ചാലും എന്നെ കൊന്നാലും തൂക്കിലേറ്റിയാലും ഉമറിനതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് നെഞ്ച് വിരിച്ച് ചങ്കൂറ്റത്തോടെ അഭിമാനത്തോടെ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കാൻ വേണ്ടി ജയിലിലേക്ക് അഭിമാനത്തോടെ കടന്നു ചെന്ന ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാനവറുകളെ ജയിലിലടച്ചു. പാറാവുകാരൻ സുബ്ഹി വാങ്ക് കൊടുത്തപ്പോ ജയിലിന്റെ അകത്ത് നോക്കുമ്പോൾ ഉമറുൽ ഖാദിയെ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. എവിടെ പോയി? ഉമർ എവിടെ പോയി? ജയിലിന്റെ ഡോറ് തുറന്നിട്ടില്ല, ചാവി ഭദ്രമായി പാറാവുകാരൻ സൂക്ഷിച്ചിട്ടുണ്ട്. എവിടെ പോയി? ആളെ കാണുന്നില്ല. തൊട്ടടുത്ത പള്ളിയിലതാ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കറാമത്താണ്. മഹാന്മാര് അവർക്ക് പുറത്തു പോകണമെങ്കിൽ ഡോർ തുറക്കണമെന്നൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കഴിവ് കൊടുത്താൽ അവർക്ക് എന്തിനും സാധിക്കും. ഇത് എൻ്റെ പ്രിയപ്പെട്ടവരെ നഗ്നമായ സത്യമായ ചരിത്രമാണ്. ജയിൽ പാറാവുകാരൻ അറിയാതെ മഹാനവറുകൾ ജയിലിന്റെ പുറത്തേക്ക് കിടക്കുകയാണ്. കാരണം അക്രമത്തിന് വേണ്ടിയാണ് മഹാനവറുകൾ, അക്രമത്തിനെതിരെയാണ് മഹാനവറുകൾ ശബ്ദിച്ചത്. അക്രമത്തിനെതിരെ ശബ്ദിച്ചപ്പോൾ ജയിലിൽ അടച്ച ഉമറുൽ ഖാദി തങ്ങൾ ജയിലിൽ കിടക്കുന്നത് നീതിയല്ല എന്ന് അള്ളാഹുവിനറിയാം. ഉമറുൽ ഖാദി തങ്ങൾക്ക് ഇബാദത്തിന് വേണ്ടി അള്ളാഹു സൗകര്യമൊരുക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി, അവർക്ക് ആശ്ചര്യമായി. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്കറിയാം. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ, ആ കുഞ്ഞഹമ്മദ് ഹാജിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് ബ്രിട്ടീഷ് പട്ടാളം പറഞ്ഞില്ലേ, ഓ കുഞ്ഞഹമ്മദേ, നിങ്ങൾ ഏറ്റവും പുണ്യഭൂമിയായി കാണുന്നത് മക്കയല്ലേ, നിങ്ങൾക്ക് മക്കയിൽ ഞങ്ങളൊരു വീടൊരുക്കി തരാം, പക്ഷേ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടം, സമരം നിങ്ങൾ അവസാനിപ്പിക്കണം.
മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഇന്നും മലപ്പുറത്ത് മഹാനവറുകളുടെ പേരിൽ ഒരു ഓഡിറ്റോറിയം വരെ പണിതിട്ടുണ്ട്. ഒരുപാട് അനുസ്മരിക്കപ്പെടുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾ എന്നെ വെടിവെച്ചോളൂ, നിങ്ങൾ എന്നെ തുണ്ടം തുണ്ടമായി കൊന്നോളൂ, എനിക്ക് മക്കയിലല്ല കഅബയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ താമസ സൗകര്യം ഒരുക്കിയാലും അതിനേക്കാൾ വലുത് എന്റെ ഇന്ത്യ എന്ന മഹത്തായ രാജ്യമാണ്. ആ രാജ്യം വിട്ടുപോകാൻ വാരിയംകുന്നത്ത് തയ്യാറല്ല. നിങ്ങൾ എന്നെ ആക്രമിച്ചാലും, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയാലും, നിങ്ങൾ എന്നെ തുണ്ടം തുണ്ടമായി മുറിച്ചു കളഞ്ഞാലും വാരിയംകുന്നത്ത് ഇന്ത്യ രാജ്യം വിട്ടുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് വരാൻ തയ്യാറല്ല. എന്റെ രാജ്യമാണ് എനിക്ക് വലുത്. മഹാന്മാര് പ്രഖ്യാപിച്ചു, ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ, ഹിന്ദുസ്ഥാൻ നമ്മുടെ രാജ്യമാണ്. ഹിന്ദുസ്ഥാൻ മുസൽമാൻ കാ നഹി, മുസൽമാന്റെ മാത്രമല്ല ഇന്ത്യ രാജ്യം, ഹിന്ദു കാ നഹി, ഹിന്ദുക്കളുടെ രാജ്യം മാത്രമല്ല ഇന്ത്യ രാജ്യം, ക്രിസ്ത്യൻ കാ നഹി, ക്രിസ്ത്യാനികളുടെ മാത്രമല്ല ഇന്ത്യ രാജ്യം. പിന്നെയോ ഹിന്ദുസ്ഥാൻ സബ്കാ വതൻ ഹേ, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും രാജ്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകാൻ, നേടിക്കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ആളുകൾ, അവര് കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം നേടിത്തന്നു, കുടുംബത്തെ ത്യജിച്ചു, വീട് അവർ മാറ്റിവെച്ചു, ശരീരത്തിന്റെ പ്രൊട്ടക്ഷൻ അവർ മാറ്റിവെച്ചു, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഇന്ത്യ രാജ്യത്തെ മോചിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിനൊരു ഭരണഘടന അവർ തയ്യാറാക്കി. ആ ഭരണഘടനയിൽ പറയുന്നത് എന്താണ്? എല്ലാ ഇന്ത്യക്കാരും സഹോദരങ്ങളാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദര സഹോദരിമാരാണ്. ആരും മറ്റൊരാളെ ആക്രമിക്കാൻ പാടില്ല, ആരും മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല, എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കണം, ഒരാളുടെ സ്വാതന്ത്ര്യത്തെയും ഹനിക്കാൻ പാടില്ല എന്ന ഭരണഘടനയുടെ ഏറ്റവും വലിയ തത്വം പിച്ചി ചീന്തിക്കൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ NRC നടപ്പിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. രാജ്യത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് നിങ്ങൾ പോകുക, മുസ്ലിമീങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അധികാരമില്ലെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഭരണഘടനയെ വെല്ലുവിളിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾ ഹിന്ദുക്കളെ പറഞ്ഞേക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണോ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭരണം നടത്തിയിരുന്നത് മുഴുവനും മുസ്ലിമീങ്ങളായിരുന്നില്ലേ? എന്നിട്ട് ഹിന്ദുക്കൾക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ലേ? എന്നാൽ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന നിലക്ക് നിങ്ങൾ കണ്ടോ എന്തെല്ലാം ആക്രമണങ്ങൾ ഇവിടെ നടക്കുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാണ്. എന്നാൽ പാവപ്പെട്ടവന് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? പാവപ്പെട്ടവർക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ട സൗകര്യമുണ്ടോ? തന്റെ ആശയം പറഞ്ഞാൽ, തനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ കൊന്നുകളയുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നു. എന്റെ അടുക്കളയിൽ എന്ത് പാചകം ചെയ്യണമെന്നത് എന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ അടുക്കളകളിൽ എന്ത് പാചകം ചെയ്യണമെന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതൊരു പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഏതെങ്കിലും പാർട്ടിയോ തീരുമാനിക്കേണ്ടതല്ല. എന്നാൽ അവർക്കിഷ്ടമുള്ളത് എല്ലാവരും കഴിക്കാവൂ എന്ന തത്വം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് അവർക്കിഷ്ടമില്ലാത്തത് ആരെങ്കിലും ഇവിടെ കഴിച്ചാൽ അവരെ കൊന്നുകളയുന്ന സാഹചര്യം ഇന്ത്യ രാജ്യത്തിന് എന്ത് സ്വാതന്ത്ര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. തൻ്റെ മതത്തെ ഇവിടെ പ്രചരിപ്പിച്ചാൽ കൊന്നുകളയുന്ന സാഹചര്യം, തനിക്ക് സ്വസ്ഥമായി ആരാധന നടത്താൻ ഇവിടെ സാഹചര്യമില്ല. നിങ്ങൾ കണ്ടില്ലേ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അധികാരവും അവകാശവുമാണ് ഈ രാജ്യം ആര് ഭരിക്കണമെന്നത്. വോട്ടിങ്ങിലൂടെ തന്റെ അവകാശം രേഖപ്പെടുത്തുക എന്നത് ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ അവകാശമാണ്. എന്നാൽ ആ അവകാശത്തെ പോലും ഇന്ന് പിച്ചി ചീന്തിക്കളയുകയാണ്. വോട്ടർ പട്ടികയിൽ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ കേന്ദ്ര ഭരണകൂടത്തിന്റെ നേതൃത്വത്തില് കൃത്രിമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ബീഹാറിലെ വോട്ടർ പട്ടിക 65 ലക്ഷത്തോളം പേരെ ഒഴിവാക്കപ്പെടാനുണ്ടായ കാരണം വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പൗരന്മാരെ അന്യായപരമായി ഒഴിവാക്കി കളഞ്ഞു എന്നാണ്. അതിന്റെ കാരണം സുപ്രീം കോടതി ചോദിക്കുകയാണ്. ഒഴിവാക്കിയവർ അതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് സുപ്രീം കോടതി ചോദിക്കുകയാണ്. പക്ഷെ സുപ്രീം കോടതി ചോദിച്ചത് കൊണ്ട് അതിനൊരു അന്തിമ തീരുമാനം വരും എന്ന്
നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മളത് ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ കണ്ടതാണ്. നാളെ ഇൻഷാ അല്ലാഹ് മുസ്ലിമീങ്ങളുടെ ബാബരി അവർക്ക് തിരിച്ചു കിട്ടുമെന്ന എല്ലാ സിറ്റുവേഷനും ഒരുമിച്ച് കൂടിയിട്ട് അന്നത്തെ ദിവസം ജഡ്ജി വിധിച്ചു, മുസ്ലിമീങ്ങൾക്ക് അതിൽ അവകാശമില്ല. ഈ സുപ്രീം കോടതിയിൽ നമുക്ക് വിശ്വാസമില്ലെന്നോ നമ്മുടെ നീതിപീഠത്തെ നമ്മൾ ബഹുമാനിക്കുന്നില്ലെന്നോ നമ്മൾ പറയുന്നില്ല. അതേസമയം പല കടത്ത് കൈകളും സുപ്രീം കോടതിയിലേക്ക് വരുന്നുണ്ട്, അവരുടെ അഭിപ്രായം സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് എന്ന് സംശയിച്ചാൽ, ഇന്ത്യ രാജ്യത്തെ ഒരു പൗരൻ സംശയിച്ചാൽ തെറ്റാകാത്ത വിധത്തിലുള്ള ചില പ്രസ്താവനകൾ, ചില ഇടപെടലുകൾ നമ്മുടെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ സമീപകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ സുപ്രീം കോടതി ചോദിക്കുകയാണ്, ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പൗരന്മാരെ ഒഴിവാക്കിയതിന്റെ കാരണം വ്യക്തമാക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണം എന്ന് പറയുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമില്ല, ഈ 65 ലക്ഷം പേര് അവർക്ക് വോട്ട് ചെയ്യൂല എന്ന് തന്നെയാണ്. വേറെ കാരണമൊന്നുമില്ല. അവരെ വോട്ടർ പട്ടികയിൽ ചേർത്താൽ, അവരെ ഒഴിവാക്കിയില്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യൂല. 65 ലക്ഷം വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ 65 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം മറ്റു പാർട്ടികൾക്ക് ലഭിക്കുമെന്ന ഭയം കൊണ്ട് തന്നെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുന്ന സാഹചര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണോ സ്വാതന്ത്ര്യം? ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം അനുവദിക്കുന്ന കാര്യമാണോ ഇത്? അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ സന്തോഷവും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. ആര് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം നശിപ്പിക്കാൻ കടന്നു വന്നാലും നിയമപരമായി ജീവൻ നശിക്കുന്നതുവരെ അവനെതിരെ പോരാടുന്നവനെ സംബന്ധിച്ച് വിശുദ്ധ ഇസ്ലാം പറഞ്ഞു, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, അത് ഈമാനിന്റെ ഭാഗമാണ്. പ്രസവിച്ച മണ്ണിനെ സ്നേഹിക്കുന്നവൻ അവൻ വിശ്വാസിയാണെന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സംരക്ഷണവും സുരക്ഷിതത്വവും സന്തോഷവും നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഡൽഹി നഗരങ്ങളിൽ ചെന്നാൽ, മറ്റു ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ചെന്നാൽ ഇന്നും പട്ടിണി പരുവങ്ങളായ എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയും. കഴിക്കാൻ ഭക്ഷണമില്ലാതെ, താമസിക്കാൻ പാർപ്പിടമില്ലാതെ, ഉടുക്കാൻ വസ്ത്രമില്ലാതെ നമ്മുടെ രാജ്യത്ത് ലക്ഷങ്ങൾ ഇന്നും കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ പാവപ്പെട്ടവർക്ക്? എൻ്റെ പ്രിയപ്പെട്ടവരെ, രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് അന്നം കഴിക്കാൻ, സ്വസ്ഥമായി താമസിക്കാൻ നമ്മുടെ രാജ്യത്ത് എവിടെയാണ് പാവപ്പെട്ടവർക്ക് സൗകര്യമൊരുങ്ങിയിട്ടുള്ളത്? പക്ഷേ ഭരണകർത്താക്കൾക്ക് ഇത് ചിന്തിക്കാൻ സമയമില്ല. കാരണം എന്താ? അവർക്ക് ആകെ കിട്ടുന്ന സമയത്തിൽ അവർക്ക് ചെയ്യാനുള്ളത് തന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത ആരുണ്ടോ അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക. ഈ പരിപാടിയാ. അതിന് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ഭരണഘടനയെ വെല്ലുവിളിക്കലാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഈ ഇരിക്കുന്ന ഓരോ പൗരന്മാരും നമ്മുടെ രാജ്യത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും സന്തോഷവും ഇവിടെ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനെതിരെ ശബ്ദിക്കുന്നവന്റെ ശബ്ദം ഇല്ലായ്മ ചെയ്യാൻ നിയമപരമായി പോരാട്ടം നടത്തണം. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂരിലും നമ്മൾ കേട്ട വാർത്ത നമുക്കറിയാം. ഞാൻ വിശദമായി കടക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. എലക്ഷൻ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനമാണ്. ആ ജനാധിപത്യ സംവിധാനം നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങ് എടുക്കും, ഞാനിങ്ങ് പൊരിക്കും, നിർത്തും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന സംവിധാനം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കലല്ലേ അത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സന്തോഷം നിലനിർത്തി തരുമാറാകട്ടെ.